ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ. നവരാത്രി സ്പെഷ്യലായിട്ട് നമുക്കൊരു നാഗപട നെക്ലസ് ഉണ്ടാക്കി നോക്കാം. വരൂ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. ഒരേ നീളത്തിലുള്ള 2 ഗിയർ വയറുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ട്രയാങ്കിൾ കണക്ടർ എടുക്കുന്നുണ്ട്. അതിന് ആ ട്രയാങ്കിൾ കണക്ടറിൽ കൂടി നമ്മൾ 2 ഗിയർ വയറും കയറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3mm ഒരു പേൾ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3mm ബീഡായിരിക്കും ഈ കണക്ടറിൻ്റെ അകത്ത് വരുന്ന രീതിക്ക് വരാൻ വേണ്ടിയിട്ട്, ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ടൈറ്റായിട്ട് വലിച്ച് ഗിയർ ലോക്ക് നല്ല ടൈറ്റായിട്ട് വലിച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്തിട്ട് ഈ ബീഡ് വരുന്ന ബീഡ് നമ്മൾ ഈ ട്രയാങ്കിൾ കണക്ടറിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കും. എക്സ്ട്രാ വരുന്ന ഗിയർ വയർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ട്രയാങ്കിൾ കണക്ടറിൻ്റെ അകത്തേക്ക് കാണാത്ത രീതിക്ക്, പേൾ ബീഡിന് കാണാത്ത രീതിക്ക് ഞാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അതിനകത്ത് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ 2 പേൾ ബീഡ്, 2 ഗോൾഡൻ ബീഡും ഒരു 3mm ഗോൾഡൻ ബീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈക്രോ പ്ലേറ്റഡ് ആണ്. ഗോൾഡൻ ബീഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നാഗപടത്തിൻ്റെ ലോക്കറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നാഗപടത്തിൻ്റെ ലോക്കറ്റ് ഇതിൽ തന്നെ അതായത് 2 ഹോളുണ്ട്, 2 സൈഡിൽ ഹോളുണ്ട്. അപ്പോൾ ആ 2 ഹോളിൽ കൂടി 2 വയർ കയറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴെയും മുകളിലത്തെയും ഗിയർ വയറിൽ 2 വീതം ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നാഗപടം ലോക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പാറ്റേണിൽ ചെയ്തിട്ട് ഇതാണ് എൻ്റെ ഡിസൈൻ വരുന്നത്. ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ജ്വല്ലറി മേക്കിംഗ് ബിസിനസ് ആയാലും ഹെയർ ആക്സസറീസ് ബിസിനസ് ആയാലും ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും വാങ്ങിച്ച് വയ്ക്കാൻ പാടില്ല, ഒരിക്കലും വാങ്ങി വയ്ക്കാൻ പാടില്ല. അതായത് ഫേസ്ബുക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ പല പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് കിട്ടും. ഈ ഡിസൈൻസൊക്കെ നമ്മൾ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഇത് സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോട്ട് ഷെയർ ചെയ്യുകയോ ചെയ്തിട്ട് വരുന്ന ഓർഡറിനനുസരിച്ച് നമുക്ക് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഐറ്റംസ് ഓർഡർ എടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ് മാത്രം നമ്മൾ വാങ്ങി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വലിയ നഷ്ടം വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റംസൊക്കെ ഒരുപാട് ആദ്യമേ എടുത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമം തോന്നും. നമ്മൾ ക്യാഷ് പോയി എന്നുള്ള തോന്നൽ വരും. നമുക്ക് ആ ബിസിനസ് ചെയ്യാനൊരു മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം അതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ സെൻറ്ററിൽ ഈ ഒരു വലിയ ലോക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വലിയ ലോക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ സെൻറ്ററിലുള്ള ഇതെന്ന് പറയുമ്പോൾ നല്ല കുറച്ച് വെയിറ്റുള്ള ഒരു ഐറ്റമാണ് ഈ സെൻറ്ററിലുള്ള ലോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഊരിപ്പോവാതെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കാണാത്ത രീതിക്ക് ആ ലോക്കറ്റിൻ്റെ അകത്ത് തന്നെ ഈ ബീഡ്സ് വരുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും, ആ ലോക്കറ്റിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗോൾഡ് ബീഡിട്ട് ഗിയർ ലോക്കും ഇട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുമോ എന്നുള്ള പേടി വേണ്ട. വെയിറ്റ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും, അതുപോലെ ലാസ്റ്റ് പാർട്ടൊക്കെ നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന നേരത്തൊക്കെ ഈ ലോക്കറ്റ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും നമുക്ക്. പിന്നെ നമുക്ക് ഐറ്റംസ് സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഏതെന്ന് വെച്ചാൽ, ഒന്ന് വാട്സപ്പാണ്. വാട്സപ്പിലാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നമുക്ക് ആയിട്ടുള്ളവരിൽ നിന്നൊക്കെ നമുക്ക് ഓർഡേഴ്സ് കിട്ടും. അതുമാത്രമല്ല, പിന്നെ നമുക്ക് ഇടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരൊക്കെ ആയിരിക്കും നമുക്ക് കുറേ കൂടി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ, അവർ നമ്മളെ ആദ്യം സപ്പോർട്ട് ചെയ്യും ബിസിനസ്സിൽ. പക്ഷെ അത് ശാശ്വതമായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല.
ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ബിസിനസ് സക്സസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സിനെ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. നമ്മളിലേക്ക് കസ്റ്റമറിന് നല്ല രീതിക്കുള്ള സർവീസ് സപ്പോർട്ട് ഒക്കെ ചെയ്ത് കൊടുത്ത് നമ്മുടെ കൂടെ തന്നെ കൊണ്ടുവരണം. അതായത് ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമർ വേറെ ഒന്നിലോട്ട് പോകാതെ നമ്മളതിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം. അത് നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, വാട്സപ്പ് അല്ലാതെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ നല്ല രീതിക്ക് ഉപയോഗിക്കുക. അതായത് ഇൻസ്റ്റാഗ്രാമുമായിട്ട് അസോസിയേറ്റ് വരുന്ന ത്രെഡ്സ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം, പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫേസ്ബുക്ക് മാർക്കറ്റാണ്. ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടുണ്ട്. അവിടെ ഇടുന്നതിനാണ് ജെന്യുവൻ ആയിട്ടുള്ള പ്രൈസും ഇട്ട് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഒരുപാട് പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ്. ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി തോന്നിയിട്ടില്ല. പിന്നെ യൂട്യൂബിൽ നിന്നും കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ട് ഷോർട്സിൽ നിന്ന് കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് കസ്റ്റമേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണോ അതിൽ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കസ്റ്റമേഴ്സ് വരും. ആദ്യം വന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നിരാശപ്പെടാതെ പിന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമുക്കതിൻ്റെ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രയാങ്കിൾ കണക്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 2 ഗിയർ വയറും കണക്ടറിൻ്റെ ഇടയിൽ കൂടി കയറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു പേൾ ബീഡ് അതിനകത്തേക്കിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ നെക്ലസ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലിനി ഒന്നുകിൽ ബാക്ക് റോപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ചെയിനാണ് എടുത്തിട്ടുള്ളത്. ഒരു ജംറിങ് എടുത്ത് ജസ്റ്റ് ഒന്ന് അതിനെ അകത്തി കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്ക് റോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ബാക്ക് റോപ്പ് ഫിഷ് ഹുക്ക് കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാക്ക് റോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ സമോസയിൽ കൂടി തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള നാഗപടത്തിൻ്റെ തന്നെ ഒരു സ്റ്റഡ് കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഫംഗ്ഷനും നമുക്ക് ഇട്ടുകൊണ്ട് പോയി ചെത്താൻ പറ്റിയൊരു നല്ല ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.